ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ബേസിക്കലി മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, പൈത്തൺ ആൻഡ് സി പ്രോഗ്രാമിംഗ് ബേസിക്സ്, പിന്നെ AI ഫൗണ്ടേഷൻ, ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ പിന്നെ സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഫോർത്ത് ഇയർ ഒക്കെ പറയുമ്പോൾ പറഞ്ഞാൽ സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോഴത്തേനുമാണ് നമ്മൾ ആ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് കറക്റ്റായിട്ട് എൻ്റർ ആവുന്നത്. അതായത് കോർ സബ്ജക്റ്റ് നമ്മൾ എടുത്തത് CSE ആണല്ലോ, അതായത് കമ്പ്യൂട്ടർ സയൻസ് ആണല്ലോ. അപ്പോൾ ആ കമ്പ്യൂട്ടർ സയൻസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കും ഇനി അങ്ങോട്ട് നമുക്ക് ഉണ്ടാവുക. ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് ശരിക്കും ഒരു ബേസ് ആണ്. അതുകൊണ്ടാണ് ഓളായിട്ട് അതായത് ഹോൾ എല്ലാ സിലബസും ഒത്തിരി സബ്ജക്ട്സ് ഇൻക്ലൂഡായിട്ട് വരുന്നത്. പക്ഷേ സെക്കൻഡ് ഇയർ തൊട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കത്തില്ല. നമ്മൾ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ വരുന്ന കുറച്ച് സബ്ജക്ട്സ് കാര്യങ്ങൾ മാത്രമായിരിക്കും നമുക്ക് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അത് ഇപ്പോൾ എനിക്ക് നിലവിൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് അറിയില്ല, കാരണം എൻ്റെ ക്ലാസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ സെക്കൻഡ് ഇയറിൽ കോർ സബ്ജക്റ്റിലോട്ട് നമ്മുടെ ഈ ഒരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ്ങിൻ്റെ കോർ സബ്ജക്റ്റിലോട്ട് നമ്മൾ കടക്കുന്നത് ഈ ഒരു സെക്കൻഡ് ഇയർ തൊട്ടാണ്. ആൻഡ് ഫോർത്ത് ഇയർ, അതായത് നമ്മുടെ ഫൈനൽ ഇയർ ഒക്കെ ആകുമ്പോഴത്തേനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പ്രൊജക്ട്സ്, നമ്മൾ ഇത്രയും നാളും പഠിച്ചതിൻ്റെ ബേസിസിൽ നമുക്ക് കുറച്ച് പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനും അതിൻ്റെ സബ്മിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആൻഡ് പിന്നെ മോസ്റ്റ് ഓഫ് ദ കോളേജസിലും പ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ചില കമ്പനീസ് വരും, ഇൻ്റർവ്യൂസൊക്കെ ഉണ്ടാവും, നമ്മളത് അറ്റൻഡ് ചെയ്യുക. അതിന് മുന്നേ നമുക്കൊരു ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് സെലക്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് അതുവഴി തന്നെ നമുക്ക് ജോബ്സ് കിട്ടും. ഓൾമോസ്റ്റ് നല്ല നല്ല കമ്പനീസൊക്കെ വരാറുണ്ട്. ചിലയിടത്ത് പ്ലേസ്മെൻറ്റ്സ് കുറവായിരിക്കാം. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോളേജ് കാര്യങ്ങളിലൊക്കെ നിങ്ങൾ പ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ട്, എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് മാത്രം എടുക്കുക കേട്ടോ. ഓക്കെ, ഇനി എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അതായത് CSE നമ്മൾ എടുത്ത് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ്ങിലോട്ട് കടക്കുമ്പോൾ ഓൾറെഡി പ്രീ ആയിട്ട് നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് നോളജ് എന്തൊക്കെ കാര്യങ്ങളെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു സംഭവം. അപ്പോൾ ബേസിക് ആയിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മാത്സിൽ നമ്മുടെ മാട്രിസസ് ഇല്ലേ, മാട്രിക്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ, മാട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് നമ്മൾ കുറച്ച് പഠിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കോൺസെപ്റ്റ് ഒന്ന് നിങ്ങൾ പൊടി തട്ടി എടുക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ ബയോളജി സ്റ്റുഡൻസ് ആണെങ്കിൽ അതെനിക്ക് പ്രത്യേകം എടുത്ത് പറയണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുറേ ഫ്രണ്ട്സ്, എൻ്റെ ഒപ്പം പഠിക്കുന്നവർ കുറേ പേര് സ്ട്രഗിൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം നമ്മളുടെ അടുത്ത് വന്നിട്ട് ഇപ്പോൾ ഇത് ഇൻഡെക്സ് ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പ്യൂട്ടർ റിലേറ്റഡ് ടേം പറയുന്ന സമയത്ത് അവർക്ക് ഇത് മനസ്സിലാക്കാൻ കുറേ അവർ കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊരു ബയോളജി സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന മാസം നിങ്ങൾ വെറുതെ കളയാതെ പൈത്തണോ സിയോ ഏതെങ്കിലും എടുത്തിട്ട് നിങ്ങൾ അതിൻ്റെ ജസ്റ്റ് കുറച്ച് ബേസിക്സ് പഠിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനത്തെ എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പഠിക്കുന്നത് നല്ല, അല്ലെങ്കിൽ ഓൺലൈൻ യൂട്യൂബിൽ തന്നെ ഒത്തിരി വീഡിയോസ് കിട്ടും. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ബേസിക്സ് മാത്രം, ഒരുപാട് ഡീപ്പായിട്ടെന്ന് പറയാനില്ല, ജസ്റ്റ് ബേസിക്സ് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നിങ്ങളുടെ ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആക്കാം എന്നുള്ളതാണ്. പിന്നെ കെമിസ്ട്രിയും ഫിസിക്സൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ +1 +2 പഠിച്ച അതേ സെയിം സാധനങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നമ്മളൊന്ന് വായിച്ച് വിട്ടാൽ മതി. പിന്നെ അതാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇയറിലൊക്കെയാണ് അത്യാവശ്യമായിട്ട് വരുന്നുള്ളൂ. ഓക്കെ, പിന്നെ മാത്സിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ കാര്യങ്ങളാണ്. പിന്നെ കമ്പ്യൂട്ടറിൽ നിങ്ങൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പൈത്തൺ, സീൻ്റെയൊക്കെ കുറച്ച് ബേസിക്സ് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. പിന്നെ HTML ഒക്കെ നമ്മൾ 10ാം ക്ലാസ് തൊട്ടേ നമ്മൾ HTMLൻ്റെ പരിപാടി, എന്തെങ്കിലുമൊക്കെ അതിൽ പിക്ചർ ആഡ് ചെയ്യുന്നതോ കളർ ആഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ സബ്ജക്റ്റ് മാത്രമല്ല, അല്ലാതെയും 5-6 എണ്ണമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു ഈ 2 സെമ്മിലും, ഈ ഫസ്റ്റ് ഇയറുകൾ മൊത്തം. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്, കാരണം ഞാൻ ഓട്ടോണമസ് ആയതുകൊണ്ട് എൻ്റെ സിലബസിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഇതിങ്ങനെ തന്നെയാവുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റാത്ത കാരണമാണ് ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് സംസാരിക്കാത്തത് കേട്ടോ. അപ്പോൾ HTMLൻ്റെ ബേസിക്സ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത്, പിന്നെ ബേസിക് സ്ട്രക്ചർ, HTMLൻ്റെ ബേസിക് സ്ട്രക്ചറൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്കിപ്പോൾ കോഡിംഗ് ഒന്നും ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ, ഇപ്പോൾ നിങ്ങളൊരു കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാകും. ഇപ്പോൾ ബയോളജി സ്റ്റുഡൻസ് ആണ്, അയ്യോ ഞങ്ങൾക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ വറീഡ് ആവേണ്ട. ജസ്റ്റ് ഒരു ബേസിക് സ്ട്രക്ചർ കാര്യങ്ങൾ നിങ്ങൾ ഒന്നില്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ചെറിയൊരു ബേസിക് കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുക. അല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് തീരെ അറിയില്ല എന്നാണെങ്കിലും ഒരു പ്രശ്നവുമില്ല. കാരണം +1 +2 കമ്പ്യൂട്ടർ സയൻസ് എടുത്തവരും കോഡിങ്ങിൽ ഭയങ്കര എക്സ്പേർട്ട് കാര്യങ്ങൾ അങ്ങനെയല്ല. അപ്പോൾ നിങ്ങൾക്ക് അതിൽ തീരെ അത്യാവശ്യം കുറച്ചൊരു നോളജേ ഉള്ളൂ, നല്ല രീതിയിൽ ഡീപ്പായിട്ട് അറിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഈസിലി നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. അത് നിങ്ങളുടെ ഫസ്റ്റ് ഇയറിൽ എത്തുമ്പോൾ തന്നെ ടീച്ചേഴ്സ്, മിസ്സുമാർ അല്ലെങ്കിൽ സാറുമാരൊക്കെ നല്ല
ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്കത് സെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് പോകുന്നതേ ഉള്ളൂ കേട്ടോ. സോ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ നിങ്ങളുടെ കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. ബൈ.